നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. മുംബൈയിലെ ഒരു ഗ്രാമത്തിലെ ഒരു കെട്ടിടത്തിന് മുകളിൽ 7 സ്ത്രീകൾ ചേർന്ന് തുടങ്ങിയ ഒരു പപ്പടത്തിന്റെ കഥയാണ് ഇന്നത്തെ ശുഭദിനത്തിൽ. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ. അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. 1959 മുംബൈയിലെ ഗിർഗാം ഗ്രാമത്തിലെ ഒരു ചെറിയ കെട്ടിടത്തിന്റെ മുകളിൽ 7 സ്ത്രീകൾ ചേർന്ന് ഒരു സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചു. പപ്പട നിർമ്മാണമാണ് അവർ തുടങ്ങാൻ ആഗ്രഹിച്ചത്. അതിനുള്ള ചേരുവകൾ വാങ്ങാനായി അവർ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകനിൽ നിന്നും 80 രൂപ കടം വാങ്ങി പപ്പടം നിർമ്മിക്കാൻ തുടങ്ങി. 2 കെട്ട് പപ്പടമാണ് ആദ്യം ഉണ്ടാക്കിയത്. തുടക്കത്തിൽ ബിസിനസ് വളരെ മോശമായിരുന്നു. ആദ്യ വർഷം 6000 രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. എങ്കിലും അവർ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ചെറിയ തുകകൾ മുടക്കി കൂടുതൽ സ്ത്രീകൾ ഈ സംഘത്തിലേക്ക് എത്തി. 1962 ആയപ്പോഴേക്കും ലിജത്ത് എന്ന പേര് ഈ പപ്പടത്തിന് നൽകി അവർ തങ്ങളുടെ ബ്രാൻഡ് ഉയർത്തി. മഹിളാ ഗൃഹ ഉദ്യോഗ് ലജിത് പപ്പട് എന്ന പേരിൽ ഒരു സ്വയം സഹായ സംഘമായി അവർ മാറി. ഉയർന്ന ഗുണമേന്മയുള്ള ഈ പപ്പടം ഉത്തരേന്ത്യൻ തീന്മേശകളിൽ ഒഴിവാക്കാനാകാത്ത ഒന്നായി മാറി. ഇന്ന് ഇന്ത്യയിലുടനീളം 85 ശാഖകളാണ് ഈ സംരംഭത്തിനുള്ളത്. 4500-ലധികം സ്ത്രീകൾ ഇവിടെ ജോലി ചെയ്യുന്നു. US, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയുമുണ്ട്. 2019 1600 കോടി രൂപയായിരുന്നു ഈ കമ്പനിയുടെ വിറ്റുവരവ്. ഒട്ടേറെ അവാർഡുകൾ ലിജിത് പപ്പടത്തെ തേടിയെത്തിയിട്ടുണ്ട്. വീട്ടമ്മമാർക്ക് സുസ്ഥിരമായ ഉപജീവന മാർഗം സൃഷ്ടിക്കുക, അതുവഴി സ്ത്രീ ശാക്തീകരണം ഉറപ്പുവരുത്തുക, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. തോറ്റുകൊടുക്കില്ലെന്ന് തീരുമാനിക്കപ്പെടുന്നിടത്താണ് മുന്നോട്ടുള്ള ചുവടിന്റെ ആദ്യ പടി തുടങ്ങുന്നത്. തുടർന്ന് അങ്ങോട്ട് വരുന്ന ഓരോ പ്രതിസന്ധികളെയും നേരിടാൻ ഈ തീരുമാനമാണ് നമുക്ക് മൂലധനമാകുന്നത്. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.